ശേഷം ടെമ്പിളിന് ശേഷം നമ്മൾ നേരെ ഒരു കേവിലേക്കാണ് പോകുന്നത്. അല്ല, ഞാൻ വീഴാൻ തുടങ്ങിയതാ. അങ്ങനെ എന്താ ഇതൊക്കെ ഓരോരുത്തർക്കും മെഡിറ്റേഷൻ ഇരിക്കാനുള്ള കേസാണെന്ന് തോന്നുന്നു. ഇതിൽ ഇരിക്കാനുള്ള എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ലോസ്റ്റ്. എന്താ അടുപ്പല്ല മനോട്ടാ? വെള്ളമൊക്കെ ഒഴുകി വന്നതാ, ചാടിയത് അതിൽ കറക്റ്റ് വന്നിട്ട് ഇങ്ങനെ പോകും. സിസ്റ്റം ഭയങ്കര സെറ്റപ്പാണ്. അങ്ങനെ ഓരോ കേവുകളിലെത്തി. നമ്മൾ ആദ്യം പോയത് കൈലാസ ടെമ്പിളിലായിരുന്നു. കാരണം നമ്മുടെ ഗൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വെള്ളം പോകാനുള്ള സ്ഥലമാണ്. സെറ്റപ്പ് ഭയങ്കരമാണ്. അതിനുള്ളിലൊരു ശിവലിംഗമാണ്. ലൈറ്റ് കുറവായതുകൊണ്ട് കാണുക. ഓ, അത് നമ്മൾ ഒരു ഗുഹയിലെത്തി. ഇത് 2 നിലയായിട്ടാണ് വർക്ക് നടത്തിയിരുന്നത്. അതിൻ്റെ മെഷീൻ കട്ടിങ് പോലെയാണ് അതിരിക്കുന്നത് ആക്ച്വലി. മുകളിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ലെന്ന് തോന്നുന്നല്ലേ. നമുക്ക് നോക്കാം, കയറി നോക്കാം. ഇതടച്ചിട്ടേക്കോ. ഇത് ദശാവതാര കേവ് കേട്ടോ. 10 അവതാരങ്ങളുണ്ടാവും അല്ലേ? ഏതൊക്കെ 10 അവതാരങ്ങൾ? വാവ്, വലിയ വലിയ തൂണുകളാണ്. ഇതെല്ലാം ഈ പാറയിൽ നിന്ന് തന്നെ കൊത്തിയെടുത്ത് ഉണ്ടാക്കിയതുണ്ട്. എന്തിനാണ് ഈ കുഴികളിട്ട് വെച്ചിരിക്കുന്നത്? അതിനുള്ളിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല. ഭക്ഷണം പാകം ചെയ്യാനാണ്. ചെറിയ ചെറിയ കുഴികളുണ്ട് അല്ലേ? ഇതിൽ ഭക്ഷണം കഴിക്കാനാണോ? ഭക്ഷണം കഴിക്കാനാണ്. അതുപോലെ തൂണിലെന്തോ കെട്ടിയിടാൻ പോലെ ഒരു ചെറിയ ഹുക്കൊക്കെ കൊളുത്തിടുന്ന രീതിയിൽ സംഗതിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ദിവസം ഗൈഡിനെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് കിട്ടുള്ളൂ. ഇതിലെന്തൊക്കെയോ കെട്ടിത്തൂക്കിയിടുന്നുണ്ട്. അലങ്കാരപ്പണികളൊക്കെയാണെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ചെയ്തപ്പോൾ വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ ഇത് പൊട്ടിപ്പോകാണ്ട് ഓട്ടിയിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു മാസ്മരികത. പിന്നെ ഇതിനുള്ളിൽ ചെറിയ ചെറിയ കുഴികളുണ്ട്. എന്തായാലും ഇത് ഓരോരുത്തർക്ക് താമസിക്കാനുള്ളൊരു റൂം പോലെയാണിത്. വാതിലുകൾ ഉണ്ടായിരുന്നിരിക്കണം. എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ട് കുഴികളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉദ്ദേശമില്ലാണ്ട് അന്നത്തെ ആളുകൾ അത് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ദശാവതാര കേവ്. ഇവിടെ 10 അവതാരങ്ങളെക്കുറിച്ചും ഉള്ള സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ നാട്യമണ്ഡലം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടുണ്ട് അപ്സ്റ്റെയറുണ്ട്. അപ്സ്റ്റെയറിലോട്ട് കയറാൻ നമ്മളെ അനുവദിക്കുന്നില്ല. ഡൗൺ സ്റ്റെയറും ഉണ്ട്. അവിടേക്കും പോകാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടില്ല. ഡൗൺ സ്റ്റെയർ ഇല്ല അല്ലേ? അവിടെ വെള്ളമായിരിക്കും. ഇവർക്ക് കിണർ സിസ്റ്റം ഉണ്ട്. കിണറ്റിലേക്ക് കിണറിന് വരെ ഒരു വെള്ളം ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോഴും വെള്ളം അവിടെ തന്നെ ഉണ്ട്. ഇതിലൊക്കെ കയറ്റേക്കാം. പക്ഷെ ഇതിൽ കയറാം.
എന്തൊക്കെ നിഗൂഢതകളുണ്ട് എന്തായാലും ഇവിടെ. ഇതിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി എന്താ അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോകുന്ന സ്ഥലമാണത് എന്ന് വിചാരിക്കുന്നു. ഓ, മഴ പെയ്യുമ്പോൾ ഇതിൽ വെള്ളം ചാടി കണ്ടോ, മഴ പെയ്യുമ്പോൾ ഇതിൽ വെള്ളം ചാടി കണ്ടോ, കറക്റ്റായിട്ടൊരു ഗ്യാപ്പുണ്ട്. അതിലൂടെ വന്നില്ലല്ലോ. അതിനൂടെ ബ്ലോക്ക് ഇടല്ലേ? ഇവിടെ ബ്ലോക്ക് ഉണ്ടല്ലോ അല്ലേ? ഇതിലെന്തെങ്കിലും ഹോൾസ് ഉണ്ടാവും, വെള്ളം എത്താൻ വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഒരു വെന്റിലേഷൻ സിസ്റ്റം ആയിരിക്കാം. പക്ഷെ അതിലെന്തിനാ ഒരു സംഗതി ഇട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യമില്ലാണ്ട് എഞ്ചിനീയർ അതങ്ങനെ ചെയ്യില്ലല്ലോ. വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ളൊരു ഒരു മഴക്കാലത്ത് തന്നെ വരണം, പക്ഷെ ഇവിടെ സ്ലിപ്പാവും. ഒരു മഴക്കാലത്ത് തന്നെ വരണം, പക്ഷെ സ്ലിപ്പാവുമായിരിക്കും. വെള്ളം പോകാനുള്ളൊരു സെറ്റപ്പുകളെല്ലാം തോന്നുന്നു. ആക്ച്വലി അങ്ങനെ നടന്ന് മടുത്തതിൻ്റെ പേരിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ആസനക്തരായി. അപ്പോൾ ഇതിൻ്റെ ചാർജ് തീരാറായതുകൊണ്ട് തീർച്ചയായിട്ടും ചാർജ് ചെയ്യാൻ പോകണം. എക്സിറ്റ് എടുത്ത് വീണ്ടും എൻട്രൻസ് എടുത്ത് നമ്മൾ തിരിച്ചു വന്നിരിക്കും. എല്ലാം കവർ ചെയ്തിട്ട് പോകുന്നുള്ളൂ അല്ലേ? യെസ്.